ഇന്ന് നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഞാനൊരു ഇൻസ്റ്റൻറ്റ് മന്തി മസാല വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് വെച്ച് ഞാനൊരു കുക്കർ എടുത്ത് കുക്ക് ചെയ്യാനായിട്ട്. ഇവിടെ ഞാൻ കുക്ക് ചെയ്യാൻ എടുക്കുന്നത് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് നീളത്തിലരിഞ്ഞ സബോള ചേർത്ത് മുരിഞ്ഞു വരുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് പച്ചമുളകും ചേർത്തു. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, അതെനിക്ക് കൈക്കണക്കാണ്, അതും ചേർത്ത് ശേഷം നമ്മുടെ മന്തി മസാല ചേർത്തു. ടു ബി ഫ്രാങ്ക്, മന്തി മസാലയ്ക്ക് അത്ര വെറൈറ്റി സ്മെല്ലൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ 2 തക്കാളി അരച്ചതാണ് ചേർത്തത്. ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യണമെന്നാണ് ആ മസാല പാക്കിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ തക്കാളിയുടെ പച്ചമണം മാറിയപ്പോൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു. ഇത്രയൊക്കെ ആയിട്ടും മന്തി മസാലയുടെ സ്മെല്ല് അത്ര വെറൈറ്റി ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അടി പിടിക്കാതിരിക്കാനായിട്ടൊരല്പം വെള്ളം കൂടി ചേർത്ത് കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ. അങ്ങനെ ചിക്കൻ വെന്ത് കിട്ടിയപ്പോൾ വെന്ത ചിക്കനൊക്കെ ഞാൻ കുറേയൊക്കെ എടുത്ത് മാറ്റി. കുറച്ച് അതിനകത്ത് തന്നെ ഇട്ടു, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ശേഷം കഴുകി വാരി വെച്ച നല്ല അലിബാബ റൈസാണ് ഞാൻ ചേർക്കുന്നത്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഞാനത് ഒരൊറ്റ വിസിൽ കൂടി അടിച്ചു. ചോറ് വെന്ത് വരുന്ന ഗ്യാപ്പിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലിൽ ആ മാറ്റി വെച്ച ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. ഒരല്പം കൂടി ഉപ്പും മുളകും ചേർത്തിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചത്. അപ്പോഴേക്കും നമ്മുടെ റൈസ് ദമ്മിട്ടെടുത്തിരുന്നു. ഇങ്ങനെയാണ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന മന്തി പോലൊന്നും ആയില്ല. ഞാൻ കുക്ക് ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കും, പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സംഭവം ഞാൻ ഉദ്ദേശിച്ചത് മന്തിയാണ്. ഇതിപ്പോൾ എന്ത് പേരിട്ട് വിളിക്കണം എന്നറിയില്ല, എന്നാലും കൊള്ളാം, എല്ലാവരും കഴിച്ചായിരുന്നു.